ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിന പതിപ്പിന്റെ കഴിഞ്ഞ വീഡിയോ മുഴുവിപ്പിക്കാനായില്ല. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ആ വീഡിയോന്റെ ബാക്കിയുള്ള സ്വാതന്ത്ര്യസമര സേനാനികളെ കുറിപ്പും ഒപ്പം തന്നെ പ്രധാനപ്പെട്ടതായിട്ട് കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളെയും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ധീര വനിതകളെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എട്ടാമത്തെ അതിന്റെ ബാക്കിയാണ് Sardar Vallabhbhai Patel. Sardar Vallabhbhai Patel is one of ഒരു മിനിറ്റ് കുറച്ചുകൂടി വലുതാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. Sardar Vallabhbhai Patel is one of the freedom fighters of India. He was born in the other year 1875 on the 31st of October in Nadiad, which is a small village in Gujarat. Sardar Vallabhbhai Patel later came to be known as Iron Man of India. The Iron Man of India is a freedom fighter of the country. He was a part of many protests against the authorities in India. Patel joined Mahatma Gandhi in the Satyagraha, Gujarat, and became a part of the Quit India movement. He joined the Indian National Congress and became of the vital party members of the party. Sardar Vallabhbhai Patel inspired the people of the country in many ways. He was a self-made man because he didn't depend on anyone for any reason. Patel was one of the most beloved leaders of the country because he connected with the people. He brought the people of the country together. After independence, his role in the Indian political front increased. He was elected as the Home Minister of India, and later he was elected as the Deputy Prime Minister of India. He became the first person to be selected for both positions. He played a significant role in bringing the country together. Sardar Vallabhbhai Patel was the main force who integrated the states of India. He was a firm believer in the one nation theory, which resulted in the formation of India's rule. ഓക്കെ, നമുക്ക് മലയാളം നോക്കാം. അപ്പം ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ ഇത് ഇംഗ്ലീഷ് അതേപോലെ മലയാളത്തിലാക്കുമ്പോൾ ഉണ്ടാവും. അപ്പം ഞാൻ വായിക്കുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര സേനാനികളിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമമായ നാദിയാദിൽ അദ്ദേഹം ജനിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ പിന്നീട് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. അയൺ മാൻ ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇന്ത്യയിലെ അധികാരികൾക്കെതിരായ നിരവധി പ്രതിഷേധങ്ങളുടെ ഭാഗമായിരുന്നു അദ്ദേഹം. ഗുജറാത്തിലെ സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയിൽ ചേർന്ന പട്ടേൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം പാർട്ടിയുടെ സുപ്രധാന അംഗങ്ങളിൽ ഒരാളായി. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തെ ജനങ്ങളെ പല വിധത്തിൽ പ്രചോദിപ്പിച്ചു. ഒരു കാരണവശാലും ആരെയും ആശ്രയിക്കാത്തതിനാൽ അദ്ദേഹം സ്വയം നിർമ്മിച്ച മനുഷ്യനായിരുന്നു. അതായത് അദ്ദേഹം സ്വന്തം നിലപാടുകളിൽ വിശ്വസിച്ച മനുഷ്യനായിരുന്നു. പട്ടേൽ രാജ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. കാരണം അദ്ദേഹം ജനങ്ങളുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ രാഷ്ട്രീയ മുന്നണിയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വർദ്ധിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 തസ്തികകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തിയായി. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സമന്വയിപ്പിച്ച പ്രധാന ശക്തി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. വൺ നേഷൻ തിയറിയിൽ ഉറച്ച വിശ്വാസമുള്ള അദ്ദേഹം ഇന്ത്യയുടെ നിയമങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അടുത്തത് ബാലഗംഗാധർ തിലക്. Balagangadhar Tilak was born in the year 1856 on the 23rd July. He was a Marathi by birth who hailed from the city of Ratnagiri. Being an ordinary school teacher, his love and patriotism for the country were beyond words. He was a keen admirer of the ruler of Maharashtra, then Chhatrapati Shivaji. He is known as the father of Indian unrest and introduced the concept of Swaraj to the people of India. While he fought the British, he was once arrested and sent to prison in Burma for 6 years. His sacrifices and social service to the nation will be remembered for years to come. Being a great scholar of Indian history, he could understand the vibe and the dynamics of Indian society better than other leaders of the Indian independence movement. Bal Gangadhar Tilak is also known as the architect of modern India and the Asian nationalism. His philosophy was soon dismantled after his death by other leaders like Mahatma Gandhi and Jawaharlal Nehru. 1856
ജൂലൈ 23-നാണ് ബാലഗംഗാധര തിലക് ജനിച്ചത്. രത്നഗിരി നഗരത്തിൽ നിന്നുള്ളയാളാണ് അദ്ദേഹം. ഒരു സാധാരണ സ്കൂൾ അധ്യാപകനെന്ന നിലയിൽ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ദേശസ്നേഹവും വാക്കുകൾക്ക് അതീതമായിരുന്നു. അന്ന് മഹാരാഷ്ട്രയിലെ ഭരണാധികാരിയായ ഛത്രപതി ശിവജിയുടെ ആരാധകനായിരുന്നു. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം സ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും 6 വർഷത്തേക്ക് ബർമയിലെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളും രാജ്യത്തിനായുള്ള സാമൂഹിക സേവനവും വരും വർഷങ്ങളിൽ ഓർമ്മിക്കപ്പെടും. ഇന്ത്യൻ ചരിത്രത്തിലെ മികച്ച പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ മറ്റു നേതാക്കളെക്കാൾ നന്നായി ഇന്ത്യൻ സമൂഹത്തിന്റെ ചലനവും ചലനാത്മകതയും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആധുനിക ഇന്ത്യയുടെയും ഏഷ്യൻ ദേശീയതയുടെയും ആർക്കിടെക്ട് എന്നും ബാലഗംഗാധര തിലക് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തിന്റെ തത്വചിന്ത ഉടൻ തന്നെ പൊളിച്ചുമാറ്റി. അടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലെ. Gopal Krishna Gokhale was born on 19th March 1866. He was one of the greatest freedom fighters of India. He finished his schooling in 1881 and graduated from Mumbai University in 1884. He was the principal of Fergusson College, Pune. Gokhale had a very good memory. He became a follower of Justice Ranade. He was very truthful in his work. Gandhiji considered Gokhale as his political guru. In 1905, Gokhale became the president of the Congress. Gopal Krishna Gokhale served the country faithfully, but his health did not support him for long. He passed away on 19th February 1950 and India lost a great patriot. 1866 മാർച്ച് 9-നാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ജനിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1881-ൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1884-ൽ മുംബൈ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. പൂനെയിലെ ഫെർഗൂസൺ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. ഗോഖലെയ്ക്ക് വളരെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ജസ്റ്റിസ് റാണഡയുടെ അനുയായിയായത്. തന്റെ ജോലിയിൽ അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവായി ഗോഖലെയെ കണക്കാക്കി. 1905-ൽ ഗോഖലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ഗോപാൽ കൃഷ്ണ ഗോഖലെ വിശ്വസ്തയോടെ രാജ്യത്തെ സ്നേഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹത്തെ അധികനാൾ പിന്തുണച്ചില്ല. 1915 ഫെബ്രുവരി 19-ന് അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യക്ക് ഒരു വലിയ ദേശസ്നേഹിയെ നഷ്ടപ്പെട്ടു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഫ്രീഡം ഫൈറ്റേഴ്സിനെ എല്ലാവരെയും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് പ്രധാനപ്പെട്ടവരെ നോക്കാം. കേരള ഹാസ് ഓൾവേസ് ബീൻ an asset to India and people from our tiny state have gone on to make a huge impact on the fate of the country. This Independence Day, let's look at a few Malayalis who took part in the Indian independence movement. കേരളം എല്ലായ്പ്പോഴും ഇന്ത്യക്ക് ഒരു സ്വത്തായിരുന്നു. നമ്മുടെ ചെറിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ രാജ്യത്തിന്റെ ഗതിയെ വളരെയധികം സ്വാധീനിച്ചു. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഏതാനും മലയാളികളെ നമുക്ക് നോക്കാം. കെ കേളപ്പൻ. Popularly known as the Kerala Gandhi, K. Kelappan was a founding member and president of the Nayar Service Society. He is popularly remembered as a social reformer, freedom fighter, journalist, and educationalist. He and K. Kumar were one of the first people in Kerala to remove the suffix in their names that implied their caste status. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകാംഗവും പ്രസിഡന്റുമായിരുന്നു. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര സേനാനി, പത്രപ്രവർത്തകൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ നിലകളിൽ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. കേരളത്തിൽ അവരുടെ ജാതി പദവി സൂചിപ്പിക്കുന്ന പേരുകളിലെ സഫിക്സ് നീക്കം ചെയ്ത് ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് അദ്ദേഹവും കെ കുമാറും. അടുത്തത് AV കുട്ടിമാളു അമ്മ. Anakara Vadakathu Kuttimalu Amma was a freedom fighter, social worker and politician. She was part of major freedom agitations like the Swadeshi movement, the civil disobedience movement and the Quit India movement. She was arrested multiple times and imprisoned for years at stretch. But she never stopped working for the freedom movement and remained politically active, going on to serve on the All India Congress Committee and this Congress Working Committee and get elected to the Madras Legislative Assembly twice, 1936 and 1946.
സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകയും രാഷ്ട്രീയക്കാരിയുമായിരുന്നു അനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ. സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ പ്രധാന സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു അവർ. പലതവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ ഒരിക്കലും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിച്ച് രാഷ്ട്രീയമായി സജീവമായിരുന്നിട്ടില്ലായിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലും സേവനമനുഷ്ഠിക്കുകയും മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 2 തവണ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1936 1946. അടുത്തത് അക്കമ്മ ചെറിയാൻ. Akkama Cherian left her teaching job in February 1938 to join the newly formed Travancore State Congress. She played a major role in the civil disobedience movement and even led a rally from Tambanur to the Kavadia Palace of the Maharaja Chitira Tirunam Balaramavarma to revoke a ban on state congress. When the British chief of police ordered to shoot at the rally, she is said to have asked them to shoot her first, as she was their leader. On hearing this, Mahatma Gandhi conferred the title of the Jhansi Rani of Travancore. അക്കമ്മ ചെറിയാൻ. 1938 ഫെബ്രുവരിയിൽ അക്കമ്മ ചെറിയാൻ അധ്യാപന ജോലി ഉപേക്ഷിച്ച് പുതുതായി രൂപീകരിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച അവർ സംസ്ഥാന കോൺഗ്രസിന് നിരോധനം റദ്ദാക്കാനായി തമ്പാനൂരിൽ നിന്ന് മഹാരാജ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കവടിയാർ കൊട്ടാരത്തിലേക്ക് ഒരു റാലി നയിച്ചു. റാലിയിൽ വെടിവെക്കാൻ ബ്രിട്ടീഷ് പോലീസ് മേധാവി ഉത്തരവിട്ടപ്പോൾ അവരുടെ നേതാവായിരുന്നതിനാൽ ആദ്യം തന്നെ വെടിവെക്കാൻ അവർ അവരോട് ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു. ഇത് കേട്ട മഹാത്മാഗാന്ധി തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന പദവി അവർക്ക് നൽകി. അടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. Muhammad Abdul Rahman was a freedom fighter and a leader of the Indian National Congress. He participated in the Salt Satyagraha of 1930 and was lathi charged and sentenced to 9 months of rigorous imprisonment in Kannur Central Jail. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവുമായിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഇയാൾക്ക് ലാത്തി കുറ്റം ചുമത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 9 മാസം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചു. അടുത്തത് വക്കം മൗലവി. Wakam Muhammad Abdul Qadir Maulavi, popularly known as Wakam Maulavi, was a social reformer, teacher, scholar, journalist, freedom fighter, and newspaper proprietor in Travancore. He was the founder and publisher of Swadeshabhimani, which was banned and shut down by the government of Travancore in 1910 due to its criticism against the government and the Diwan of Travancore, P. Rajagopalachari. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, പണ്ഡിതൻ, പത്രപ്രവർത്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം. തിരുവിതാംകൂറിലെ പത്ര ഉടമയായിരുന്നു വക്കം മൗലവി എന്നറിയപ്പെട്ടിരുന്ന വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനിയുടെ സ്ഥാപകനും പ്രസാധകനുമായിരുന്നു അദ്ദേഹം. സർക്കാരിനെതിരെയും തിരുവിതാംകൂർ ദിവാനായിരുന്ന പി. രാജഗോപാലാചാരിക്കെതിരെയും എഴുതിയതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. Swadeshabhimani Ramakrishna Pilla. K. Ramakrishna Pilla was a journalist, editor and political activist. He was an editor at Swadeshabhimani, and it was his criticisms of Diwan that led to newspaper getting confiscated by the state. He was arrested and exiled from Travancore in 1910. K. Ramakrishna Pilla ഒരു പത്രപ്രവർത്തകൻ, പത്രാധിപർ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നിവയായിരുന്നു. സ്വദേശാഭിമാനിയിൽ പത്രാധിപനായിരുന്നു അദ്ദേഹം. ദിവാനെതിരായ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളാണ് ഭരണകൂടം പത്രം കണ്ടുകെട്ടാൻ കാരണമായത്. 1910 തിരുവിതാംകൂറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ. Vaikam Muhammad Bashir admired Gandhi, who he saw at Vaikam Satyagraha. He went on to join the Congress and later went to Kozhikode to participate in the Salt Satyagraha. He was arrested there and served a period in prison. On being released, he organized an extremist movement and edited the revolutionary journal Ujjeevanam, Uprising. When a warrant was issued to imprison him, he left Kerala.
He returned 7 years later but was arrested and imprisoned. വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം സത്യാഗ്രഹത്തിൽ കണ്ട ഗാന്ധിയെ വൈക്കം മുഹമ്മദ് ബഷീർ പ്രശംസിച്ചു. കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം പിന്നീട് കോഴിക്കോട് പോയി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അറസ്റ്റിലായ ഇദ്ദേഹം ഒരു കാലം ജയിലിൽ കിടന്നു. മോചിതനായപ്പോൾ അദ്ദേഹം ഒരു തീവ്രവാദ പ്രസ്ഥാനം സംഘടിപ്പിക്കുകയും വിപ്ലവ ജേണൽ ഉജ്ജീവനം എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ജയിലിൽ അടയ്ക്കാൻ വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹം കേരളം വിട്ടു. 7 വർഷത്തിനു ശേഷം അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. V.K. Krishnamenon. V.K. Krishnamenon established the India League in 1928. The India League was a Britain-based organization that campaigned for the full independence and self-governance of India and was the most influential and successful organization in Britain during the 1930s,